ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ ഹെയറിൽ ഇപ്പോൾ ബോട്ടോക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പാർലറിലൊന്നും പോയിട്ട് ഹെയർ സ്പാ ഒന്നും ചെയ്യാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും അതുപോലെ തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യാത്ത നോർമൽ ഹെയറിൽ കുട്ടികൾക്ക് വരെ ഹെയർ ഗ്രോത്തിനും അതുപോലെ ഹെയർ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ആഴ്ചയിൽ ഒരു തവണ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോട്ടീൻ ഹെയർ മാസ്ക് ആണ് ഒന്ന് കാണിക്കുന്നത്. പ്രോട്ടീൻ ഹെയർ മാസ്ക് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയറിനെ ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ടും അതിൻ്റെ ഗ്രോത്തൊക്കെ കുറച്ചും കൂടി കൂട്ടാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഹെയർ നന്നായിട്ട് എന്താ പറയുക മാനേജബിൾ ആയിട്ട് ഇങ്ങനെ നമ്മൾ കയ്യിൽ വയ്ക്കുമ്പോൾ വേണ്ട ഇങ്ങനെ ചടയില്ലാണ്ട് കെട്ടില്ലാണ്ട് ഇങ്ങനെ പോകാനൊക്കെ. ഇപ്പോൾ ഞാൻ ബോട്ടോക്സ് ചെയ്ത കാരണമാണ് ഇങ്ങനെ നിൽക്കുന്നത്. എന്നാലും സാധാ നോർമൽ ഹെയറിലും കുട്ടികൾക്കും നമുക്ക് ഈ ഹെയർ മാസ്ക് ഇട്ടാൽ ഇതേ എഫക്റ്റ് തന്നെ കിട്ടും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഹെയറിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ മാസത്തിലൊരു ഹെയർ സ്പാക്ക് അവർ പറയുമല്ലോ, അപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആഴ്ചയിലൊരു ഞാനിപ്പോൾ കാണിക്കുന്നത് ഭയങ്കര സിമ്പിളായിട്ടൊരു ഹെയർ മാസ്ക് ആണ്. അപ്പോൾ ഈ പ്രോട്ടീൻ മാസ്ക് നിങ്ങൾ ട്രൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഹെയർ സ്പാ സലൂൺ ലൈക്ക് ഹെയർ സ്പാ റിസൾട്ട് നമുക്ക് വീട്ടിൽ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ പോയിട്ട് കണ്ടിട്ട് വരാം. അതിന് മുന്നേ എന്നും പറയുന്ന പോലെ എൻ്റെ പേര് റെമി, ചാനലിൻ്റെ പേര് വ്ളോഗ്സ് ബൈ റെമി എന്നാണ്. നിങ്ങൾ ഇതുവരായിട്ടും എൻ്റെ ഈ ചാനൽ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലുള്ള ബ്യൂട്ടി പേഴ്സണൽ കെയർ വീഡിയോസ് ഇടാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുണ്ട്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ പാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു മുട്ടയാണ് ആവശ്യമായിട്ടുള്ളത്. എഗ്ഗിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാം, ഒരുപാട് പ്രോട്ടീൻ റിച്ച് ആണ്. അതുപോലെ തന്നെ വൈറ്റമിൻസ് ഉണ്ട്. പിന്നീട് നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമ്മൾ കോക്കനട്ട് മിൽക്കിൻ്റെ ക്രീമാണ് കേട്ടോ എടുക്കുന്നത്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഒരു അരമുറി തേങ്ങ, ഒരു അല്പം മാത്രം വെള്ളം ഒഴിച്ചിട്ട് അരിച്ചെടുക്കുക അതിൻ്റെ പാല്. അതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ ഇതുപോലെ ക്രീം സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അതിൻ്റെ വെള്ളം അടിയിൽ വെക്കാം ആയിട്ട് അങ്ങനെ നിൽക്കും കേട്ടോ. ഒരുപാട് നേരം ഫ്രീസറിൽ വെച്ചാൽ വെള്ളവും ക്രീമും അങ്ങോട്ട് സെറ്റായി പോകും. അപ്പോൾ ഒരു 10-15 മിനിറ്റ്, മാക്സിമം ഒരു 15 മിനിറ്റ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നോർമൽ കുറച്ച് അധികം നേരം വെച്ചിട്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അടിയിൽ ഫ്രിഡ്ജിൽ വെച്ചാലും മതി കേട്ടോ. ഇത് നന്നായിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ഫോർക്ക് വെച്ചിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ഹെയർ മാസ്കിൻ്റെ എന്താ പറയുക മിക്സിങ് ശരിയാവുന്ന വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഇങ്ങനത്തെ ക്രീം എടുത്തിട്ട് നമുക്ക് മറ്റേ ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ ഈസിയാണ് കേട്ടോ. ഒരുപാട് നേരം വറ്റിക്കേണ്ട ആവശ്യമൊന്നും വരില്ല. പിന്നെ ഇങ്ങനെ പാക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഇതുപോലത്തെ ഒരു സ്ക്വീസ് ബോട്ടിൽ കിട്ടുവാണെങ്കിൽ നല്ലതാണ്. ഇത് നമ്മുടെ നോർമൽ മെഷീൻ ഓയിലിൻ്റെ ബോട്ടിലാണ് കേട്ടോ. ഇതിൻ്റെ ഹെയർ ആപ്ലിക്കേഷൻ്റെ ബോട്ടിലൊക്കെ നമുക്ക് മേടിക്കാൻ ആമസോണിലൊക്കെ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഒരു ബോട്ടിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പാക്ക് അതിലോട്ട് ഒഴിച്ചിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ഭയങ്കര ഈസിയാണ് കേട്ടോ. നമ്മുടെ ഹെയർ പാക്ക് ഞാൻ ഇങ്ങനെ ഒരു സ്ക്യൂസ് ബോട്ടിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ഇത് നമ്മൾ സാധാരണ മെഷീൻ ഓയിലിൻ്റെ ബോട്ടിലുണ്ടല്ലോ, അങ്ങനത്തെ ബോട്ടിലാണ്. ഇതിൻ്റെ ചില ഹെയർ ആപ്ലിക്കേഷൻ ഹെയർ മാസ്ക് ഇടുന്ന ബോട്ടിൽ നമുക്ക് ആമസോണിലൊക്കെ കിട്ടും. ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. ഞാനത് ഓർഡർ ചെയ്തിട്ട് വന്നിട്ടില്ല. ഫസ്റ്റ് ഓർഡർ ചെയ്തപ്പോൾ ക്യാൻസലായി. പിന്നെ ഞാൻ കടയിൽ പോയപ്പോൾ ഇത് കണ്ടപ്പോൾ മേടിച്ചതാണ്. അതാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വായുവാട്ടുണ്ട്, നമുക്ക് ഒഴിക്കാൻ ഈസിയാണ്. പിന്നെ ഇവിടെ കുറച്ചും കൂടി നോസിൽ കുറച്ചും കൂടി ഹോളുണ്ട്, അപ്പോൾ അപ്ലൈ ചെയ്യാൻ ഈസിയാണ്. ഇതുപോലെ ഇത്തിരി നീളത്തിലുണ്ടെങ്കിലാണ് നമുക്ക് ഇങ്ങനെ ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നോർമലി ചെയ്യുന്ന നമ്മൾ കൈ വെച്ചിങ്ങനെ ആക്കുമ്പോൾ കുറച്ച് മടിയൊക്കെ തോന്നും. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ മടി കൂടെ ഒഴിവാക്കിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ ഈസിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്യാം. ആദ്യം തന്നെ ഹെയറിൽ ചടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യണം കേട്ടോ. അതിനുശേഷം നമുക്ക് ഓരോരോ സെപ്പറേറ്റ് ഇങ്ങനെ സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് ഓരോരോ പാർട്ടിക്കിൾസ് ഇങ്ങനെ ഓയിൽ ഇങ്ങനെ ആ കുപ്പി വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഞെക്കി കൊടുത്താൽ മതിയിട്ട്. അപ്പോൾ എല്ലായിടത്തും ഒരേപോലെ ആവും, പെട്ടെന്ന് നമുക്ക് പണി കഴിയും. ഒന്നിങ്ങനെ ഇടയ്ക്ക് ഒന്നിങ്ങനെ കുലുക്കി കൊടുക്കുക കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ ഇതിൻ്റെ ഹോള് ചെറുതായി കാരണം ഇങ്ങനെ വരാത്ത പോലെ തോന്നും. കാരണം എഗ്ഗായ കാരണം ഇങ്ങനെ ഇത്തിരി കട്ടിക്കായിരിക്കും പാട പോലെ ചില സ്ഥലത്തുണ്ടാവും. അപ്പോൾ ഒന്ന് കൈ കൊണ്ടെടുത്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് ഓരോരോ ഭാഗത്ത് ഇങ്ങനെ ഓരോ ഭാഗത്തെടുത്ത് ബാക്കിലോ അതുപോലെ സൈഡിലോ എല്ലാം നമ്മൾ സ്കാൽപ്പിലൊക്കെ ആക്കി കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊരു മസാജ് കൊടുത്ത് ഒരു 10-15 മിനിറ്റ് നേരം ഹെയറിൽ വെച്ചതിന് ശേഷം വാഷ് ചെയ്യാവുന്നതാണ് കേട്ടോ. അധികം നേരം വെക്കേണ്ട മുട്ടയായ കാരണേ വല്ലാണ്ട് അങ്ങോട്ട് ഡ്രൈ ആയ ചിലപ്പോൾ ഹെയർ പൊട്ടി പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട്
മസാജ് ചെയ്യുമ്പോഴും അതുപോലെ അധികം അങ്ങോട്ട് പ്രഷർ കൊടുത്ത് മസാജ് ചെയ്യേണ്ട കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ, ഇപ്പോൾ ഞാൻ വീഡിയോ ഇത്തിരി സ്പീഡിൽ ഇങ്ങനെ ഇട്ടേക്കണ കാരണമാണ് നിങ്ങൾക്ക് തോന്നുന്നത് കേട്ടോ. വളരെ ജെൻറ്റിലായിട്ടാണ് ഞാൻ മസാജ് ചെയ്യുന്നത്. കണ്ടോ, ഇപ്പോൾ ഇതിൻ്റെ തുമ്പത്ത് വരുന്നില്ല, കണ്ടോ, ഇതുപോലെ ഇങ്ങനെ പാട പോലെ വരും. അത് നമുക്ക് മുട്ടയുടെ അറിയാലോ കൺസിസ്റ്റൻസി, അതിങ്ങനെ ശരിക്കും നമ്മൾ മിക്സ് ചെയ്യുന്നത് ശരിയാവാണ്ടാണ്. അപ്പോൾ അതെടുത്ത് കളഞ്ഞാൽ ഇതുപോലെ വീണ്ടും ലൂസായിട്ട് വരും കേട്ടോ. അപ്പം ബാക്ക് സൈഡിലൊക്കെ ഇങ്ങനെ മുടി ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇട്ടോ, ഇങ്ങനെ നിങ്ങളുടെ സൗകര്യം എന്ന് വെച്ചാൽ അങ്ങനെ ആക്കാം. ഇത് നമുക്ക് കുട്ടികൾക്കും എല്ലാവർക്കും ആക്കാം കേട്ടോ. കാരണം പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ ഹെയറിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇത് നമ്മുടെ ഹെയറിൻ്റെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ ബ്രേക്കേജ് വരുന്നതും തടയാനായിട്ട്, ഇത് നമ്മുടെ ഹെയർ ബ്രേക്കേജ് ആവുന്നത് തടയാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമുക്ക് ഈ ഹെയർ പാക്ക് നമുക്ക് കുട്ടികളുടെ തലയിലും അപ്ലൈ ചെയ്യാട്ടോ. അവരുടെ ഹെയർ ഗ്രോത്തിന് നല്ലതാണ്. ഇപ്പോൾ ആൺകുട്ടികൾക്ക് ഇപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല. ഞാൻ ഈസാനെ വിളിച്ചപ്പോൾ അവൾ വന്നില്ല, അപ്പോൾ ഞാൻ വിചാരിച്ചു കുട്ടൂസിൻ്റെ കുട്ടികൾക്കും ഈ ഹെയർ ഗ്രോത്തിനൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇതിങ്ങനെ ഓരോ വയസ്സിലെടുത്തിട്ട് ഓരോരോ സൈഡിൽ നമുക്കിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. സാരില്ലേ പോട്ടെ. ഇതേ നമ്മുടെ മുടി വളരണതാ. അനങ്ങാണ്ടക്ക് ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ ആഴ്ചയിൽ ഒരു തവണ. അപ്പോൾ ആൺകുട്ടികൾക്ക് ശരിക്കും ഇതിൻ്റെ ആവശ്യം മുടി ഇല്ലാത്തവർക്കൊക്കെ അപ്ലൈ ചെയ്യാം. പക്ഷെ പെൺകുട്ടികൾക്കൊക്കെ മുടി നന്നായിട്ട് വളർച്ചയ്ക്കൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ സ്കാൽപ്പിലൊക്കെ ഇത് ആഴ്ചയിൽ ഒരു തവണ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് സ്കൂളൊക്കെ തുടങ്ങാറായി. സ്കൂളൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ട് ആഴ്ചയിൽ ഒരു ശനിയാഴ്ചയോ ഞായറാഴ്ച അങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഇത്തിരി ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് ചെയ്യുകയാണെങ്കിൽ എന്നിട്ട് ഒരു 10 മിനിറ്റ് നേരം ഹെയർ നീറുണ്ടാ 10 മിനിറ്റ് മസാജ് ചെയ്ത് 10-15 മിനിറ്റ് ഒക്കെ മസാജ് ചെയ്ത് ആദ്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്ത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് ഒക്കെ വെച്ചിട്ട് മസാജ് ചെയ്തിട്ട് അപ്പൊ ഇങ്ങനെ 10-15 മിനിറ്റ് മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വാഷ് ചെയ്യുകയാണെങ്കിൽ കുട്ടികളുടെ ഹെയർ ഇങ്ങനെ ഇപ്പൊ സ്കൂളിലൊക്കെ പോവുകയാണെങ്കിൽ ഇങ്ങനെ ജട പിടിക്കല്, അതുപോലെ തന്നെ താരൻ വരല്, അങ്ങനെ അതിനൊക്കെ ഒന്ന് കുറയും കേട്ടോ. പിന്നെ ഒരു ചെറിയൊരു ഹെയർ കെയർ റൂട്ടീൻ ആയാലും അവർക്ക്. അപ്പൊ അതിൽ ഇപ്പോഴേ തന്നെ നമ്മൾ ശീലിപ്പിക്കുകയാണെങ്കിൽ അവർ ശ്രദ്ധിച്ചോളും. അപ്പൊ ഇങ്ങനെ ഇത്തിരി നേരം ഇങ്ങനെയൊക്കെ മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചിലർക്കൊക്കെ ഇഷ്ടമാവും കേട്ടോ. ഇവന് ഇഷ്ടമാണ്. ഈസയ്ക്ക് അങ്ങനെ വലിയ താല്പര്യമില്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ചെയ്യണ്ടേ? വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, ചാനല് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ നമുക്ക് മറ്റൊരു ദിവസം അടുത്തൊരു നല്ല ടോപ്പിക് ആയിട്ട് വരുന്നവരേക്കും ടിൽ ദെൻ ബൈ. ടാറ്റ പറഞ്ഞേ.